ഇനിയിപ്പോൾ 2 അതിഥികളൂടെ നമുക്കിവിടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാനുണ്ട്. മധുവും സതീഷും. അപ്പോൾ മധുവിനെയും സതീഷിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരൊക്കെ നേരത്തെ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളാണിതിൽ ഒരു പക്ഷേ ജൂനിയറായി എത്തിയിരിക്കുന്നത്. ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിന് ഇന്ത്യയിലുടനീളം ഈ ദേശഭക്തി ഗാനങ്ങൾ പല ഭാഷകളിൽ, ആസാമി, ഒറിയ, ബംഗാളി, ഇങ്ങനെ പല ഭാഷകളിൽ സാറ് കമ്പോസ് ചെയ്തത് സെൻട്രൽ പ്രൊഡക്ഷൻ സെൻറ്റർ ഉൾപ്പെടെ ഡൽഹിയിൽ അവിടെയൊക്കെ പാടി നടന്നിട്ടുണ്ട്. അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അതാരും ശ്രദ്ധിക്കുന്നില്ല, മതിയാവോളം അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഈ ഓൾഡ് ഈസ് ഗോൾഡിലെ ഒരു ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായത്. പക്ഷെ വളരെ ഭംഗിയായി അന്ന് മുതൽ ഇന്ന് വരെയും ഇപ്പോഴും വിശ്വസ്തനായി തന്നെ എല്ലാ കാര്യങ്ങളിലും കൂടെ നടന്ന് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളൊരു ഭാഗ്യം. വളരെ കാലത്തിന് ശേഷം സാറ് സാന്തോന്നി എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാനേ, കാലം പറഞ്ഞതും പൊള്ളാനേ. തേജിന്റെ സംഗീതത്തിൽ. ഓക്കെ. വർഷങ്ങൾക്ക് ശേഷം ആ പാട്ട് കേൾക്കുമ്പോഴും അതേ എന്താ പറഞ്ഞ അന്നത്തെ അതേ ശബ്ദം. സബർമതി എന്ന് പറഞ്ഞിട്ട് ഒരു ആ പേര് സബർമതി എന്നാണ് ഞങ്ങളുടെ ഈ ട്രൂപ്പിന്റെ പേര്, ദേശഭക്തി ഗാനങ്ങളുടെ ട്രൂപ്പിന്റെ പേര്. അദ്ദേഹം ശരിക്കും ഒരു ഗാന്ധിയനാണ്. അത് ആരും വളരെ സോഷ്യലിസ്റ്റുമാണ്. ഈ ഗാന്ധി എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരെയും ഒരേപോലെ സമത്വത്തോടുകൂടി കാണാൻ കഴിയുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഇതൊക്കെയാണ് സാറിന് ഞങ്ങൾ ശരിക്കും അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഏതായാലും വലിയ സന്തോഷം നിങ്ങളുടെ അതിഥികളായിട്ട് എത്തിയതിൽ. ഇനി വേദിയിലെത്തേണ്ടത് 2 ഗായികമാരാണ്. അടുത്തതായി നമുക്ക് ക്ഷണിക്കാം ജയന്തി ആൻഡ് പുഞ്ചിരി. ഇവർ രണ്ടുപേരും നമ്മുടെ കോറൽ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. ജയന്തി ആൻഡ് പുഞ്ചിരി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറിൻ്റെ ഒരു ദേശഭക്തി ഗാന ഗ്രൂപ്പിൽ പാടാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. സാറിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാനും സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. സാർ റിട്ടയർ ചെയ്ത ശേഷമാണ് ഞങ്ങൾ ആകാശവാണിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സാർ ഇടയ്ക്ക് റെക്കോർഡിങ്സിന് വരുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രോട് സാറാണ് അദ്ദേഹത്തിനോട് എന്നെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പാട്ട് പാടാൻ വരാൻ സാർ ക്ഷണിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ട്രിപ്പിലോട്ട് വരുന്നത്. ഏതായാലും സാറ് ഓൾഡ് ഈസ് ഗോൾഡ് മാത്രമല്ല, സബർമതി എന്ന് പറഞ്ഞ ദേശഭക്തി ഗാന ട്രൂപ്പുമായിട്ട് അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ ആൾക്കാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദേശഭക്തി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക, പുതിയ തലമുറക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് അതിഥികൾ വന്നു, പല രീതിയിൽ പല മേഖലകളിൽ പല തലത്തിലുള്ള ആൾക്കാർ സാറിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇത് പുതിയ തലമുറയ്ക്ക് KP ഉദയഭാനു എന്ന ഗായകൻ, മ്യൂസിക് കമ്പോസർ എന്താണെന്നുള്ളൊരു രേഖപ്പെടുത്തൽ കൂടിയാണ്. ഈ ഷോയിലേക്ക് വന്നതിന് സാറിന് എല്ലാവിധ നന്ദിയും.